ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. അപ്പോൾ ഈ വിഷു സദ്യക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും മാങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, അതേപോലെ പൈനാപ്പിളൊക്കെ വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ച് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ റെഡും ഗ്രീനും ആപ്പിൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ആപ്പിൾ വെച്ചിട്ടും ട്രൈ ചെയ്യാം. റെഡ് ആപ്പിൾ കുറച്ചും കൂടി മധുരമുള്ളതാണ്, അതേപോലെ അതിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. പക്ഷേ ഗ്രീൻ ആപ്പിൾ കുറച്ചും കൂടി പുളിയുള്ളതാണ്, അതേപോലെ അതിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി ക്രിസ്പിയർ ആണ്. അപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ കറി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഇന്ന് നമുക്ക് അതിൽ നിന്ന് 3 ഗ്രീൻ ആപ്പിൾ എടുത്തിട്ട് കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി 3 ആപ്പിളും വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിനെ തൊലിയോടുകൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ തൊലി മാറ്റിയിട്ടും കറി ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് കറിയിൽ ആ തൊലിയോട് കൂടിയിട്ടുള്ള ആ ഒരു കഷ്ണം കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി തോന്നുന്നത്. അത് കാരണം ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് ചേർക്കണേ. പിന്നെ അതിൻ്റെ കുരുവൊക്കെ കളയാനായിട്ട് മറക്കരുത്. അതേപോലെ അതൊരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ അങ്ങനെ 3 ആപ്പിളും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായിൽ ഈ കട്ട് ചെയ്ത ആപ്പിളൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാം. പക്ഷെ ഇതൊരു തനി നാടൻ കറി അല്ലാത്ത കാരണമാണ് ഞാൻ മൺചട്ടി യൂസ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുക, 2 പച്ചമുളക് നീളനെ കട്ട് ചെയ്ത് ചേർക്കുക, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും ചേർക്കുക. ശർക്കര ഓപ്ഷണൽ ആണ്, പക്ഷെ ഇത് ചേർത്താൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ആപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കാരണം കുറേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആപ്പിളിനേക്കാളും കുറച്ച് താഴെയായിട്ട് വെള്ളം മതി. ഇനി ഇതെല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കാനായിട്ട് വെക്കുക. ആപ്പിൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ച് 8 to 10 മിനിറ്റ്സ് വേവിക്കുക. ഫ്ലെയിം കുറയ്ക്കാനായിട്ട് മറക്കരുത്, ഇല്ലെങ്കിൽ വെള്ളം വറ്റി അത് അടി പിടിക്കും. ഈ സമയത്ത് അതിനാവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു തേങ്ങയുടെ പകുതി ചെറുതെടുക്കുക. കപ്പിൻ്റെ അളവാണെങ്കിൽ ഓൾമോസ്റ്റ് 1.5 കപ്പ് ഉണ്ട്. അത് മിക്സിയിലിട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക, 2 പച്ചമുളക് ചേർക്കുക, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ആപ്പിളും വെന്ത് കിട്ടിയിട്ടുണ്ട്. ആപ്പിൾ ഒത്തിരി വെന്തുടഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല, അതേപോലെ കടിക്കാനും ഒന്നും ഉണ്ടാവില്ല. അത് സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഉടഞ്ഞ് കിട്ടണം, അതാണ് കറക്റ്റ് പാകം. പിന്നെ വളരെ ചെറിയ പീസാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതേപോലെ റെഡ് ആപ്പിൾ ആണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ ഒരു 4-5 മിനിറ്റ് കൂടുതലെടുക്കും, എന്നാലും അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. എൻ്റെ ചാനലിൽ സദ്യയുടെ ഒത്തിരി കറികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിലിടാം. അതിനുശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചുറ്റിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊക്കെ ഒന്ന് വെന്ത് തേങ്ങയുടെ പച്ചമണം പോണ വരെ ഒന്ന് വേവിക്കുക. നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. അതേപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൈര് ചേർക്കണം. തൈര് മിക്സിയിലിട്ട് അടിക്കണ്ട, അത് വെള്ളം പോലെയാവും. അതൊരു സ്പൂണിൽ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. തൈര് ചേർക്കുമ്പോൾ കറി പിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തോളോ, ഇല്ലെങ്കിൽ വളരെ ലോ ആയിട്ട് വെച്ചോളോ. അതേപോലെ ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള തൈര് ചേർത്തോളോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള 1 കപ്പ് തൈര് ബീറ്റ് ചെയ്തിട്ടാണ് ചേർത്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തൈരും കൂടി വന്നതിന് ശേഷം നമ്മുടെ കറിയിൽ അത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രേവി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുക. ഇനി ഇത് നന്നായി ചൂടായിട്ട് ഇതേപോലെ ചെറിയ തല വന്ന് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ഒരു വെറൈറ്റിക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക.
ഉലുവ പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതെല്ലാം മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റിന് മൂടി വയ്ക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരു കൊതി വരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ പുളിശ്ശേരി റെഡിയാണ്. ഇതിൻ്റെ ആ പുളിയും എരിവും മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സൂപ്പർബാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. എനിക്ക് ഈ ആപ്പിൾ പുളിശ്ശേരി ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കടല ഉപ്പേരിയുടെ ഒരു കോമ്പിനേഷനും കൂടി ഉണ്ടെങ്കിൽ സംഗതി സൂപ്പറാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.